നമസ്കാരം. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ നാശനഷ്ടങ്ങളും പ്രളയഭീതിയും വിതച്ച് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന താണ്ഡവമാടിയ മഴയ്ക്ക് കാരണം മേഘവിസ്ഫോടനമല്ല, മറിച്ച് കാലാവസ്ഥാ വ്യതിയാനവും എൽനിനോ പ്രതിഭാസവും സൃഷ്ടിച്ച അതിതീവ്ര മഴയാണെന്ന് വെളിപ്പെടുത്തി കാലാവസ്ഥാ വിദഗ്ധർ. റാന്നിയെയും ആറന്മുളയും ഉൾപ്പെടെയുള്ള പ്രവിശ്യകളെയും പെട്ടെന്ന് വെള്ളത്തിനടിയിലാക്കി കനത്ത പെരുമഴയ്ക്ക് പിന്നിൽ ആഗോളതാപനവും കടലിലെ താപനിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളുമാണെന്ന് ശാസ്ത്രലോകം നിരീക്ഷിക്കുന്നു. കുറേ ദിവസങ്ങളായി ശരിയായ രീതിയിൽ പെയ്യാതിരുന്ന മഴ പെട്ടെന്നൊരു ദിവസം കൊണ്ട് അതിതീവ്രമായി താഴേക്ക് പെയ്തിറങ്ങുന്ന ഭീതിജനകമായ അവസ്ഥയാണ് കേരളം അനുഭവിച്ചത്. അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതിന് അനുസരിച്ച് വായുവിന് കൂടുതൽ ഈർപ്പം പിടിച്ചുവെക്കാനുള്ള ശേഷി ലഭിക്കുന്നു. ആഗോളതാപനം മൂലം അന്തരീക്ഷം ചൂടാകുമ്പോൾ നീരാവി വൻതോതിൽ സംഭരിക്കപ്പെടുകയും പിന്നീട് താങ്ങാനാവാതെ വരുമ്പോൾ ഒറ്റയടിക്ക് താഴേക്ക് പെരുമഴയായി പതിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതിനൊപ്പം എൽനിനോ പ്രതിഭാസം കൂടി സജീവമായതാണ് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയത്. പസഫിക് സമുദ്രത്തിലെ ഉപരിതല ജലം സാധാരണയേക്കാൾ കൂടുതൽ ചൂടാകുന്ന അവസ്ഥയ്ക്കാണ് കാലാവസ്ഥാ ശാസ്ത്രത്തിൽ എൽനിനോ എന്ന് വിളിക്കുന്നത്. തെക്കേ അമേരിക്കൻ തീരങ്ങളിലെ ഈ കടൽച്ചൂട് ആഗോളതലത്തിൽ തന്നെ കാറ്റിന്റെ ഗതിയെയും മൺസൂൺ സംവിധാനങ്ങളെയും തലകീഴായി മറിക്കുന്നു. എൽനിനോ സജീവമാകുമ്പോൾ സാധാരണയായി ഭാരതീയ മൺസൂൺ കാറ്റുകൾ ദുർബലമാവുകയും ആകെ ലഭിക്കേണ്ട സാധാരണ മഴയുടെ അളവിൽ വലിയ കുറവുണ്ടാവുകയും ചെയ്യും. എന്നാൽ ഈ ഘട്ടത്തിൽ പ്രാദേശികമായി ന്യൂനമർദ്ദങ്ങളോ ന്യൂനമർദ്ദ പാത്തികളോ രൂപപ്പെട്ടാൽ അന്തരീക്ഷത്തിൽ നേരത്തെ തന്നെ സഞ്ചിതമായിരിക്കുന്ന വൻ ഈർപ്പത്തിന്റെ അളവ് കാരണം ഇത് അതിതീവ്ര മഴയായി മാറി പ്രളയ ദുരന്തം വിതയ്ക്കും. റാന്നി, ആറന്മുള, അപ്പർ കുട്ടനാടൻ മേഖലകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ പെട്ടെന്ന് പ്രളയത്തിലാഴ്ത്തിയത് ഇത്തരം പ്രതിഭാസമാണ്. ആകാശത്തു നിന്നും ഒന്നിച്ചു പെയ്തിറങ്ങിയ വെള്ളത്തിന് നദികളിലൂടെയും തോടുകളിലൂടെയും പെട്ടെന്ന് ഒഴുകിപ്പോകാൻ സാധിക്കാതെ വന്നതോടെ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വെള്ളം ഇരച്ചു കയറുകയായിരുന്നു. എന്നാൽ പത്തനംതിട്ടയും കോട്ടയവും ആലപ്പുഴയും ഉൾപ്പെടെയുള്ള വിവിധ ജില്ലകളിൽ ദിവസങ്ങളോളം പെയ്തൊഴിഞ്ഞ പെരുമഴയ്ക്ക് ശേഷവും സംസ്ഥാനത്ത് ലഭിക്കേണ്ട കാലവർഷത്തിൽ വലിയ കുറവുണ്ടെന്ന് ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തുവരുന്നത്. ജൂൺ 1 മുതൽ ആരംഭിച്ച തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിലവിൽ 26% മഴക്കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ അതിതീവ്ര മഴ പെയ്യുന്നതിന് മുൻപ് സംസ്ഥാനത്ത് 30% മഴക്കുറവും ഉണ്ടായിരുന്നു. ദിവസങ്ങളോളം നിർത്താതെ പെയ്ത കനത്ത മഴയ്ക്ക് പോലും ഈ മഴക്കുറവ് പൂർണ്ണമായും നികത്താൻ സാധിച്ചില്ല എന്നത് പ്രകൃതി നൽകുന്ന വലിയൊരു മുന്നറിയിപ്പാണ്. ഒറ്റയടിക്ക് പെയ്തു തൂരുന്ന ഇത്തരം അതിതീവ്ര മഴയ്ക്ക് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി ഭൂഗർഭജലനിരപ്പ് ഉയർത്താൻ സാധിക്കില്ല എന്നതാണ് വലിയൊരു പ്രായോഗിക അപകടം. മഴവെള്ളം പ്രതലത്തിലൂടെ കുത്തിയൊഴുകി പുഴകളിലേക്കും കടലിലേക്കും വേഗത്തിൽ ഒഴുകിപ്പോകുന്നതിനാൽ കിണറുകളിലോ ഭൂഗർഭ ജലസ്രോതസ്സുകളിലോ വെള്ളം സംഭരിക്കപ്പെടുന്നില്ല. കനത്ത മഴ മാറി ഒറ്റ വെയിൽ തെളിയുമ്പോൾ തന്നെ നാടെങ്ങും കഠിനമായ ചൂട് അനുഭവപ്പെടുന്നത് ഇതുകൊണ്ടാണ്. ഭൂഗർഭജലത്തിലേക്ക് മഴവെള്ളം ഇറങ്ങാത്തതിനാൽ വരും മാസങ്ങളിൽ സംസ്ഥാനം കടുത്ത ജലക്ഷാമത്തിലേക്കും വരൾച്ചയിലേക്കും തള്ളിവിടപ്പെടാനുള്ള സാധ്യതയേറെയാണെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു.